ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. ദൂരമോ പ്രായമോ ഒരു പ്രശ്നമേ അല്ല. സംഗീതം പഠിക്കാൻ താല്പര്യമുള്ള ഏവർക്കും സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെയും ഓഫ്ലൈൻ ട്യൂഷനിലൂടെയും സംഗീതം പഠിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സരിഗ സംഗീത വിദ്യാലയം. ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തല പഞ്ചായത്തിൽ ഇരുമത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, അതല്ല ഓൺലൈൻ ട്യൂഷനിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, കീബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ വയലിൻ, വായ്പാട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിഗ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 1977 പുറത്തിറങ്ങിയ സിനിമയാണ് ഹർഷബാഷ്പം. KH ഖാൻ സാഹിബിൻ്റെ വരികൾക്ക് MK അർജുനൻ്റെ സംഗീതം. അപ്പോൾ ഞാനിത് ഈ സിനിമ കണ്ടതാണ്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ പേര് സെമി എന്നായിരുന്നു. സെമി എൻ്റെ വീടിന് തൊട്ടടുത്ത്, എൻ്റെ തൊട്ടയൽക്കാരന്, എൻ്റെ ബാല്യകാല സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സിനിമ കാണാൻ പോയത്. 60 പൈസയാണ് അന്ന് ലക്ഷ്മി തിയേറ്ററിൽ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാണാം. ബെഞ്ചിന് 60 പൈസയാണ് തോന്നുന്നു, എൻ്റെ ഓർമ്മ. ഞാനും സിനിമയും കൂടെ ഒരുമിച്ച് പോയി കണ്ട സിനിമയാണ് ഹർഷബാഷ്പം. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ പാട്ട് അദ്ദേഹം എപ്പോഴും പാടുന്ന ഒരു പാട്ടായിരുന്നു. ഈ സിനിമ കണ്ടതിന് ശേഷം പല പാട്ടുകളും പുള്ളി ഇങ്ങനെ ഉച്ചത്തിൽ പാടുന്നത് ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പാടുന്ന ഒരു 1-2 പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാപ്പുമല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടേ, കാരയ്ക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുരൂസയൊന്നു പറഞ്ഞാട്ടേ. ഇങ്ങനെ ഉച്ചത്തിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പാട്ടായിരുന്നു. പിന്നെ കേരളത്തിൻ നെറുകയിൽ നിങ്ങൾ പോയി വരുമ്പോൾ പോയ വഴി മറന്നിടാതെ വീണ്ടും വരുമോ, പടച്ചവനെ സ്തുതിച്ചു കൊണ്ടു പോകും വഴിയിൽ പടച്ച റബ്ബിനെ മറന്നിടാതെ വീണ്ടും വരുമോ. ഈ പാട്ടുകളെല്ലാം അദ്ദേഹം ഇങ്ങനെ പല തവണ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതൽ പുള്ളി കുളിക്കാൻ കയറുന്ന സമയത്ത് ബാത്റൂമിൽ നിന്ന് ഒച്ചത്തിലായിരിക്കും പാടുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ സിനിമ പോയി കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ലിസ്റ്റിൽ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന പാട്ടും കൂടെ ഇടം പിടിച്ചു. ഇപ്പോൾ അദ്ദേഹം ഇല്ല, ജീവിച്ചിരിപ്പില്ല. ജീവിതത്തിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ തോന്നി എന്തോ ഒരു വികാരത്തിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ച് നേരത്തെ കടന്നുപോയി. ഇന്നും എനിക്ക് അറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ജീവിതം സ്വയം അവസാനിപ്പിച്ച് പോയതെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ വളരെ നല്ലൊരു ജീവിതമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കത് എന്തെന്നറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്നും വളരെ വളരെ എന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ ഒരു ഓർമ്മയാണത്, സെമിയുടെ വേർപാട്. അപ്പോൾ ഞാനിന്ന് അദ്ദേഹം പാടിയിരുന്ന ഒരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ പാട്ടിൻ്റെ രാഗമെന്ന് പറയുന്നത് ചക്രവാകമാണ്. ചക്രവാകം എന്ന് പറയുന്ന രാഗം 16ാം മേളകർത്താ രാഗമാണ്. അതായത് 15ാം മേളകർത്താ രാഗം മായാമാളവ ഗൗള, അതിൻ്റെ തൊട്ടടുത്ത രാഗമാണ് 16ാമത് മേളകർത്താ രാഗമാണ് ചക്രവാകം. അപ്പോൾ ചക്രവാകത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. കൂടുതലും ഭക്തിഗാനങ്ങളാണ് ചക്രവാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സിനിമാ ഗാനങ്ങളും ധാരാളമുണ്ട്. എന്നാലും നമുക്ക് ആ സ്നേഹിതൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ഈ ഗാനം സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ പാട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൻ്റെ ആ ചക്രവാകത്തിൻ്റെ ആരോഹണം അവരോഹണം വായിക്കാം. ഒരു ഘട്ടശ്രുതിയിലാണ്
പാട്ട് പോകുന്നത്. സ രേ ഗ മ പ ധ ni sa sa ni dha pa ma ga re sa sa re ga ma pa dha ni sa sa ni dha pa ma ga re sa. പാട്ട് തുടങ്ങുന്നത് മുകളിലത്തെ സ്റ്റൈലിൽ നിന്നാണ്. നീ സരി സാ സ ആയിരം കാതം അകലയാൻ ni sari sa sa ni sa sa ni sa sa ni sa ni dha pa ma ആയിരം കാത മകലയാണെങ്കിലും ഇനി ഒരു വരല കൊണ്ട് കാണിക്കാം. നീ സ ni sa ri sa sa ni sa sa ni sa sa ni sa ni dha pa ma ആയിരം കാത മകലയാണെങ്കിൽ മായാതി മക്ക മാ പ മക്ക മാ പ മാ നി ദ പ മ രി മാ പ മാ നി ദ പ മ രി മാ പ മാ നി ദ പ മ രി മായാതി മക്ക മനസ്സിൽ രി രി സ സ സ രി രി സ സ സ ആയിരം കാത മകലയാണെങ്കിലും മായാതി മക്ക മനസ്സിൽ നിൽപ്പൂ. ഇത്രയും മനസ്സിലായല്ലോ. ലക്ഷങ്ങളെത്തി നീ പുറകിലത്തെ മന്ത്രസ്ഥായില് നീ ആണ്. നീ സ നീ സ സ പ നീ നീ സ നീ സ സ പ നീ സ നീ സ സ പ നീ നീ സ നീ സ സ പ. പിന്നെ സാഹിത്യം ലക്ഷങ്ങളെത്തി നമിക്കും മദീന ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ ലക്ഷങ്ങളെത്തി നമിക്കും മദീന. അക്ഷയ ജ്യോതിസിൻ നി 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 രി sa 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 ni 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 ri sa 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 അക്ഷയ ജ്യോതിസിൻ
പുണ്യഗേഹം ആയിരം കാതമകലയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽക്കൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ തേജസ്സിൻ പുണ്യഗേഹം. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. കീബോർഡിൽ നിങ്ങൾ പാട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സരിഗ സ്കൂൾ ഓഫ് മ്യൂസിക്. ഇനി ഏത് പാട്ടും സരിഗയിലൂടെ. അടുത്ത ലൈൻ എന്ന് പറയുന്നത് സഭമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൂരെല്ലാം സാഫല്യം നേടി തേടിയൂരെല്ലാം. സഭമാർവാമലയുടെ നിസ നിസ നിദപമ നിസ നിസ നിദപമ മാനിദ മാനിദപമരീ സഭമാർവാമലയുടെ ചോട്ടിൽ അടുത്ത സാഫല്യം നേടി സരി സാപ്പ സാഫല്യം നേടി സരി സാസ തേടിയൂരെല്ലാം. അത് മനസ്സിലായല്ലോ. ആയിരം കാത മകളയാണെങ്കിലും മായാതെ മനസ്സിൽ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൂരെല്ലാം. ഈ ഗാനമാണ് എൻ്റെ സ്നേഹിതൻ പാടിയിരുന്നത്. അപ്പോൾ ആ ഗാനം ഒരിക്കൽ കൂടെ ഒന്ന് ഓർക്കുവാനും ആ സ്നേഹിതനെ ഓർമ്മിക്കുവാനും ഈ ഗാനത്തിലൂടെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഇതെല്ലാം വേദനിക്കുന്ന ഓർമ്മകളാണ്. ബാല്യകാലത്ത് ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതനെ വളരെ നേരത്തെ കടന്നുപോയി. ഇന്നും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ അവശേഷിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക.